എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന കട്ടിംഗ് എന്ന് പറയുന്നത് 38-ൻ്റെ ക്രോസ് കട്ടിംഗ് ആണ്. അപ്പോൾ പല പ്രാവശ്യം നമ്മളോട് പലരും നമ്മുടെ കസ്റ്റമർ ചോദിച്ചു. ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബാണെങ്കിലും ശരി, അവർ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യം 38-ൻ്റെ ക്രോസ് കട്ടിങ് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരണം. അപ്പോൾ 38-ൻ്റെ ക്രോസ് കട്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും അതിൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യങ്ങളും കൂടാതെ കൈക്കുഴിയുടെ കാര്യങ്ങളും ബെൽറ്റിൻ്റെ കാര്യം പ്രത്യേകം നോക്കാനുണ്ട്. ക്രോസ് കട്ടിങ്ങിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ബ്ലൗസ് പീസിൻ്റെ ബെൽറ്റ് ഭാഗം കട്ട് ചെയ്യുമ്പോൾ കുറേ ഭാഗങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ആ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അധികം സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം 15.5 ഇഞ്ച് ഇറക്കവും 38 ഇഞ്ച് വണ്ണവും 32 ഇഞ്ച് ഇടവണ്ണവുമുള്ള സാരി ബ്ലൗസാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന സൈസ്. അപ്പം അതിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ ഈ തുണിയുടെ ഇത് കറക്റ്റ് ചെയ്യണം. 1/2 ഇഞ്ച് തുമ്പ് തള്ളണം. 1.15 ഇതിൻ്റെ അളവെടുത്തിരിക്കുന്നത്. 14.5 ഇഞ്ച് ഇറക്കമാണ്. അപ്പോൾ 14.5 തന്നെ രണ്ടിടത്ത് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യണം. രണ്ടിടത്ത് ഇങ്ങനെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് നമ്മൾ 38-ൻ്റെ 6/1 6.5 ഇഞ്ച് 6.5 നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പം ബാക്ക് നെക്ക് ഡീപ്പ് നെക്കാണ്. അത് 9 ഇഞ്ച് താക്കുന്നുണ്ട്. 9 ഇഞ്ച് താക്കുമ്പോൾ നെക്കിലും ഷോൾഡറും ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട്. ആ വ്യത്യാസം കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ചും കൂടെ ഈ ബാക്ക് നെക്ക് വരുമ്പോൾ ഷോൾഡർ നമ്മൾ വൈഡ് ചെയ്ത് പോകാതെ കൊടുക്കുന്ന മാറ്റങ്ങളും പറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ 14 തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്തു. 1/2 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ 6 ഇഞ്ച് കൈക്കുഴി ഷോൾഡർ മാർക്ക് ചെയ്തു. അതേ സെയിം അളവ് 6 തന്നെ നമ്മൾ കൈക്കുഴിക്കും മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്ത് ഇങ്ങനെ സ്ക്വയർ തന്നെ വരയ്ക്കുന്നു. വരച്ചിട്ട് 2.25 ബാക്ക് നെക്കിൻ്റെ വിത്ത്. 2.25 ഇവിടെ തന്നെ മാർക്ക് ചെയ്തു. 9 ഇഞ്ച് നമുക്ക് തീർന്ന് കിട്ടണം. അപ്പം ഇതും കഴിഞ്ഞിട്ട് 8.25 മാർക്ക് ചെയ്യണം. 8.25 മാർക്ക് ചെയ്യുമ്പോൾ ബാക്ക് നെക്ക് ഇത്രയും ഡീപ്പ് നെക്കായതുകൊണ്ട് ഷോൾഡറിൽ ചെറിയൊരു വ്യത്യാസം വരുത്തുന്നുണ്ട്. അതും കൂടെ ഞാൻ കട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ പറഞ്ഞു തരാം. അതും കൂടെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ മെഷർമെൻറ്റ് നമ്മൾ എടുത്ത് വെട്ടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബോഡി വണ്ണത്തിൽ നിന്നും 4 ഇഞ്ച് കൂട്ടിയാണ് സാരി ബ്ലൗസ് തയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഒരു ചിന്തയുണ്ട്, അത് ബ്രസ്റ്റിൽ നിന്നുമാണോ കൂട്ടുന്നില്ല, അത് ചെസ്റ്റിൽ നിന്നുമാണ് നമ്മൾ 4 ഇഞ്ച് കൂട്ടിയിടുന്നത്. പ്രത്യേകം അപ്പോൾ 38 ഇഞ്ച് ചെസ്റ്റുണ്ട്. അതിൻ്റെ കൂടെ 4 ഇഞ്ചും കൂടെ ചേർക്കുമ്പോൾ 42. 42 4/1 10 ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്. പിന്നെ 32 അതിൻ്റെ ഇടവണ്ണമാണ്. അതിൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 8. ഇത്രയും ഭാഗങ്ങൾ ആദ്യം തന്നെ നമ്മൾ മാർക്ക് ചെയ്യണം. പിന്നെ ഇതിൽ നിന്നും 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം. ഇത്രയുമാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. പിന്നെ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഷോൾഡറിൽ വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മൾ കൈക്കുഴിയുടെ അളവിൽ നിന്നും എത്രത്തോളം നെക്ക് താഴുന്നുണ്ടെന്ന് പ്രത്യേകം നോക്കണം. ആ 1 ഇഞ്ചിന് 1/4 ഇഞ്ച് വെച്ച് കുറച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് 1.5 ഇഞ്ചോളം ഇവിടെ ഈ സ്കെയിൽ വെച്ച് തന്നെ കളക്കാൻ പറ്റും. ബാക്ക് നെക്കിൻ്റെ അവിടുന്ന് 1.5 ഇഞ്ചോളം തയ്യൽ തുമ്പ് തള്ളിയിട്ട് മാറ്റം വരുന്നുണ്ട്. അപ്പം നമുക്ക് ആ 1.5 എന്നുള്ളത് 2 ആക്കിക്കൊണ്ട് 1/2 ഇഞ്ച് ഷോൾഡർ കുറച്ച് കൊടുക്കണം. ഇതെങ്ങനെ 1/2 ഇഞ്ച് കുറയ്ക്കും? ഷോൾഡർ കുറച്ചാണ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത്. അപ്പം ബാക്ക് നെക്ക് നന്നായിട്ട് റൗണ്ട് ചെയ്യുക. അപ്പോൾ ഷോൾഡർ 1/2 ഇഞ്ച് നമ്മൾ കുറച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യുമ്പോൾ ഈ 38-ൻ്റെ 4/1 1 ഇഞ്ച് കുറച്ചാണ് കൈക്കുഴിയുടെ അളവ് കിട്ടേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കൈക്കുഴി നോക്കണം. 39.5 4/1 അതിൽ 1 ഇഞ്ച് കുറച്ച് 8.5 ഇഞ്ച് നമുക്ക് തീർന്ന് കൈക്കുഴി കിട്ടണം. അപ്പോൾ ഷോൾഡർ നമ്മൾ 1/2 ഇഞ്ച് കുറച്ചത് കൊണ്ട് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷമേ കട്ട് ചെയ്യാവുള്ളൂ. അപ്പം എത്ര നമ്മൾ അളന്നാലും ഈ കണക്ക് കറക്റ്റാണ്. കറക്റ്റായിട്ട് തന്നെ ധരിപ്പുണ്ട്. 8 ഇഞ്ച് തന്നെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ തന്നെ ഈ 6 ഇഞ്ചിൽ 3.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഈ 3.25 തന്നെ നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യണം. ഇപ്പം നോർമൽ നമ്മൾ അളക്കാൻ വേണ്ടി ഒരു കൈക്കുഴി ആദ്യം മാർക്ക് ചെയ്തു, അത് കൂട്ടേണ്ട കാര്യമില്ല. ഇങ്ങനെ തന്നെ കൈക്കുഴി മാർക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ അളവ്. ഇങ്ങനെ മാർക്ക് കൊടുത്തിട്ട് എപ്പോഴും നിങ്ങൾ
1.5 ഇല്ലെ 1.25 ഇഞ്ച് മിനിമം ഈ ഒരു മാർക്ക് കൊണ്ടുവന്നു. അത് കൈക്കുഴിയുടെ ഈ ബെൻഡ് വരുന്നതാണ്. ഇതുണ്ട് ഇവിടെ കറക്റ്റ് ഇങ്ങനെ തന്നെ നമ്മൾ നോക്കും. ഇല്ലെങ്കിൽ കൈക്കുഴിയുടെ അവിടെ ചുളിവ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രത്തോളമാണ് നമ്മൾ ഈ ബാക്ക് പീസിൻ്റെ കട്ടിങ് ഒരു സ്കെച്ച് പൂർത്തീകരിച്ചിരിക്കുവാണ്. നമുക്ക് കട്ട് ചെയ്യാം. ഫ്രണ്ട് ക്രോസ് കട്ടിംഗ് ആണ്. അപ്പം ഫ്രണ്ട് ഇടുന്നതും ക്രോസ് കട്ടിങ് എങ്ങനെ വെട്ടുന്നതെന്നും പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ആ ബാക്ക് പീസ് നമുക്ക് കട്ട് ചെയ്യാം. നല്ല റൗണ്ടിൽ തന്നെ ബാക്ക് പീസ് എടുക്കണം. ഷോൾഡറിൻ്റെ ആ ചെരിവിടുന്ന കാര്യം പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ ഓവൽ വന്നിട്ട് വേണം ഈ ക്രോസ് എടുക്കാൻ. 1/2 ഇഞ്ച് കുറച്ച് തന്നെ ഷോൾഡർ വെട്ടി കൈക്കുഴിയുടെ സെൻട്രൽ നിന്ന് തന്നെ നമ്മൾ ആ ഷേപ്പ് ക്ലിയർ ചെയ്യുകയാണ്. സൈഡും വെട്ടി ഇനി ഇതിൻ്റെ അടിവശം നമ്മൾ ക്ലിയർ ചെയ്യാം. ഹെമ്മിങ്ങിനുള്ള 1/2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കിൻ്റെ ഇത്രയും. ഇതാണ് നമുക്ക് സ്കെച്ചിൽ 38 ഇഞ്ചിൻ്റെ ഡീപ്പ് നെക്ക് ബാക്ക് നെക്ക് ഇറങ്ങിയ സാരി ബ്ലൗസിൻ്റെ സ്കെച്ചാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസ് ക്രോസ് പീസ് എങ്ങനെയാണെന്നുള്ളതിലേക്ക് പോകാം. ശരിക്കും ഉള്ളൊരു ക്രോസ് കിട്ടുവാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് ഇട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. തുണിയുടെ കണ്ടോ, നമ്മൾ രണ്ടായിട്ട് മടക്കിയ ആ തുണിയാണ്. ആ തുണിയുടെ തേര് പീസ് ബാക്ക് സൈഡ് വരുന്ന പോലാണ് ഇതിട്ടിരിക്കുന്നത്. ഇതേ മോഡൽ തന്നെ ഇട്ട ഫ്രണ്ട് പീസ് നമുക്ക് നല്ല ക്രോസിൽ തന്നെ കിട്ടും. ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം ഈ കൈക്കുഴിയുടെ ഭാഗം ക്രോസിൻ്റെ ഏത് ഭാഗത്താണ് ഇടുന്നതെന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കുക. നമുക്ക് മാർക്കിലേക്ക് പോകാം. എപ്പോഴും നമ്മൾ മാർക്ക് ചെയ്യുന്ന പോലെ ഇവിടുന്ന് 1.5 ഇഞ്ച് ഇതാ ഇവിടെയും മാർക്ക് ചെയ്യണം. 1.5 ഇഞ്ച് ഈ സൈഡിലും മാർക്ക് ചെയ്യണം. കുറച്ചും കൂടെ ക്രോസ് ഇടാനുള്ളൊരു മാർക്ക് കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ചും കൂടെ ക്രോസ് ഇങ്ങനെ ഇട്ടു. അപ്പോൾ കുറച്ചും കൂടെ ക്രോസ് കിട്ടും. മാക്സിമം എത്ര ക്രോസ് കിട്ടണോ എന്ന് നോക്കണം. അപ്പോൾ നമ്മളിത് ഇവിടുന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ക്രോസ് എത്രത്തോളം വരുന്നു എന്ന് നമുക്കറിയാൻ പറ്റും. കുറച്ചും കൂടെ ക്രോസ് ഇട്ടിട്ട് 1.5 ഇഞ്ച് ഇവിടുന്ന് താഴെ 1.5 ഇഞ്ച് കൊടുക്കണം. ഈ ഭാഗത്ത് നിന്ന് 1.5 ഇഞ്ച് കൊടുത്തിട്ട് ആദ്യം ഇങ്ങനെ തന്നെ വരയ്ക്കണം. വരച്ചതിന് ശേഷം 1/4 ഇഞ്ച് ഈ ഭാഗത്ത് തള്ളിയിട്ട് ഇങ്ങനെ തന്നെ ക്രോസ് വരയ്ക്കും. ക്രോസ് വരയ്ക്കുമ്പോൾ തന്നെ നമുക്കറിയാം നന്നായിട്ട് ക്രോസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കൊടുത്തു 1/2 ഇഞ്ച് തള്ളി. അപ്പം 6 ഇഞ്ച് ഫ്രണ്ടിനേക്കാണ് 5.25 തീർന്ന് കിട്ടുന്ന പോലെ ഇവിടെ മാർക്ക് ചെയ്യണം. 5.25 നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ 6 ഇഞ്ച് നമുക്ക് തീർന്ന് കിട്ടും. ഫ്രണ്ട് പീസ് ഇതുപോലെ തന്നെ നല്ല യൂവിൽ കൊടുക്കുക. ഒരു കാരണവശാലും ആ യൂ കുറയില്ല, നല്ലപോലെ തന്നെ വരും. ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഈ അളവിൽ നിന്നും 3.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. അതായത് ഈ അളവിൽ നിന്ന് 1.25 തള്ളി നമ്മളൊരു 32ൻ്റെ 4/1 ഇവിടെ ഈ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാർക്കിൽ നിന്നും 3 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് ഈ സൈഡിൽ നിന്നും കൈക്കുഴിയുടെ അവിടെ നിന്ന് ഇതുപോലെ തന്നെ ക്രോസ് വരയ്ക്കുക. ക്രോസ് വരച്ചിട്ട് ബെൽറ്റിന് 4.25 മാർക്ക് ചെയ്യണം. 4.25 മാർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് തന്നെ ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കണം. ഇങ്ങനെ കൊടുക്കണം. ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് ബുക്കിൽ എഴുതിയെടുത്താലും കുഴപ്പമില്ല. നമ്മൾ വെട്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ വെട്ടുന്നത് ഇവിടുന്നാണ്. ഇവിടുന്ന് ഇങ്ങനെ വെട്ടി ഇങ്ങനെ തന്നെ നല്ലപോലെ നന്നായിട്ട് ക്രോസ് വെട്ടണം. നന്നായിട്ട് ക്രോസ് വെട്ടി കൈക്കുഴി വെട്ടുമ്പോഴും അതുപോലെ തന്നെ വെട്ടണം.
കൈക്കുഴി ഇങ്ങനെ നന്നായിട്ട് റൗണ്ട് വെട്ടി കറക്റ്റ് ബെൽറ്റ് പീസിൻ്റെ മാർക്കിൻ്റെ ഇവിടെ കൊണ്ട് നിർത്തണം. താഴോട്ട് ഒരു കാരണവശാലും ഇപ്പോൾ വെട്ടരുത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ബാക്ക് പീസ് എടുത്തു മാറ്റാം. ഇനി നമ്മൾ ചെയ്യുന്നത് 3/4 ഇഞ്ച് നെക്കിൻ്റെ അവിടെ നിന്ന് മാറ്റിയിട്ട് 1/2 ഇഞ്ച് ഇവിടെയും തുമ്പ് കൊടുത്തിട്ട് ഡാട്ട് മാർക്ക് ചെയ്യുന്നു. 10 ഇഞ്ചാണ് മെയിൻ ഡാട്ടിൻ്റെ അളവ്. 3/4 ഇഞ്ച് ഇവിടെയും താക്കണം. എന്നിട്ട് സ്ട്രെയിറ്റ് ഈ ബെൽറ്റ് പീസ് കൂട്ടി ഒരു മാർക്ക് ദാ ഇവിടെ കൊടുക്കണം. ഡാട്ടിൻ്റെ വിട്ടെന്ന് പറയുന്നത് 3/4 ഇഞ്ചാണ്. അപ്പോൾ 1.5 പോയിൻറ്റും വെച്ച് 1.5 പോയിൻറ്റും വെച്ച് 2 സൈഡിലും മാർക്ക് ചെയ്യണം. ഞാൻ ഈ മാർക്കിന് ശേഷം ഇവിടുന്ന് ദാ ഇങ്ങനൊരു മാർക്ക് കൊടുത്ത് 3/4 ഇഞ്ച് ഇവിടെ ഇറങ്ങുന്ന പോലെ ബെൽറ്റ് പീസിന് മാർക്ക് ചെയ്യണം. ഇങ്ങനെ മാർക്ക് ചെയ്യണം. ബെൽറ്റ് പീസ് ഒരു കാരണവശാലും നമ്മൾ ഈ ക്രോസ് വെട്ടൽ വേറൊരു പീസിൽ വേണം നമ്മൾ ബെൽറ്റ് പീസ് വെട്ടിയെടുക്കാൻ. ഇപ്പോൾ നമ്മൾ ബെൽറ്റ് പീസ് മാർക്ക് ചെയ്യണം. അതായത് 1/4 ഇഞ്ചോ 1/4 ഇഞ്ചോ ഒരു പോയിൻറ്റോ ഇങ്ങനെ ഒരു മാർക്ക് കൊടുത്തിട്ട് 8 ഇഞ്ചാണ്, അതായത് 32ൻ്റെ 4/1 8 ഇവിടെ മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്തിട്ട് മാക്സിമം ക്രോസ് സ്കെയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഇതുപോലെ മാർക്ക് ചെയ്യുമ്പോൾ തന്നെ ബെൽറ്റിൻ്റെ ഒരു രൂപരേഖ നമുക്കിവിടെ വന്നു. ഈ ബെൽറ്റ് പീസ്, ഇനി ബെൽറ്റ് പീസ് നമ്മൾ വേറൊരു പീസിലാണ് വെട്ടിയെടുക്കുന്നത്. ഇത്രയും മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ നെക്കൊക്കെ വെട്ടിയതിന് ബാക്കി ഇതുപോലൊരു പീസ് വരും. ഈ പീസ് ഇതാ ഇവിടെ ഇങ്ങനെ ചേർത്തിട്ടിട്ട് നമ്മൾ ബെൽറ്റ് മാർക്ക് ചെയ്ത സെയിം സ്കെച്ചിൻ്റെ അളവിൽ ബെൽറ്റ് വെട്ടിയെടുക്കണം. ഈ സെയിം ചോക്കുപാട് നമുക്കുണ്ട്. ആ ചോക്കുപാടിലൂടെ തന്നെ ഇപ്പം നമ്മൾ ഒറിജിനൽ പീസിൽ എടുത്തില്ലെങ്കിലും ബെൽറ്റ് പീസ് വേറൊരു പാൻറ്റ് പീസിലൊക്കെ ആണെങ്കിലും നമുക്ക് എടുത്ത് വെട്ടാം. കറക്റ്റ് ഇതുപോലെ ക്രോസിൽ വെട്ടിയെടുക്കണം. അപ്പോൾ നമുക്ക് ബെൽറ്റ് പീസിൻ്റെ ഒരു സ്കെച്ച്. ഇപ്പം നമുക്ക് ഈ സ്കെച്ച് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ അളവിൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ബാലൻസ് പീസ് ചെയ്യുന്ന 2 ബെൽറ്റ് പീസ് രണ്ടെണ്ണം നമുക്ക് മുറിച്ച് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഈ ബെൽറ്റ് പീസ് അപ്പം ബാക്ക് പീസുമായി നമുക്ക് ബെൽറ്റ് പീസുമായി. ഇനി ഈ ബെൽറ്റ് പീസ് സെയിം തുണിയിൽ നിങ്ങൾ വെട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, വേറൊരു കട്ട് പീസിലാണെങ്കിലും ബെൽറ്റ് പീസ് വെട്ടിയെടുത്തൊരു സ്കെച്ച് എടുത്ത് വെക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ കൈ വെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബെൽറ്റ് പീസ് എടുത്താൽ മതി. അപ്പം കൈ വെട്ടാൻ തുണി തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം കൂടെ കൈ വെട്ടാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഫ്രണ്ട് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഈ തുണി നമ്മൾ എന്ത് ചെയ്യും, കൈ വെട്ടാനായിട്ട് ബാലൻസ് തുണി നമുക്ക് ഉപയോഗിക്കാം. ബാലൻസ് തുണി മാറ്റി ഫ്രണ്ട് പീസിൻ്റെ മറ്റ് മാർക്കിങ്ങിലേക്ക് പോകാം. അപ്പം നമുക്ക് 3/4 ഇഞ്ച് തായി ഇവിടുന്ന് 3/4 ഇഞ്ച് ഇവിടുന്നും കൂടെ എടുത്ത് കാണും. ഇങ്ങനെ ചോക്കിനൊരു മാർക്ക് കൊടുത്തിട്ട് 3/4 ഇഞ്ച് ഈ 2 സൈഡിൽ നിന്നും എടുത്ത് കാണണം. അതായത് ഈ ഡാട്ടിൻ്റെ ലെങ്ത് വരെ ഇതും ഈ ഡാട്ടിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ 3/4 ഇഞ്ച് എടുത്ത് കൊടുക്കും. നമ്മളിവിടെ മാർക്ക് കൊടുക്കണം, ഡാട്ട് മാർക്ക് കൊടുക്കണം. ശരിക്കും ക്രോസ് തന്നെ നമുക്ക് വരുന്നുണ്ട്. ഇപ്പം ഈ ഡാട്ടിൽ നിന്നും 1/2 ഇഞ്ച് കയറി നിൽക്കുന്നത് പോലെ 3/4 ഇവിടെ മാർക്ക് ചെയ്യണം. 3/4 മാർക്ക് ചെയ്തിട്ട് ഇങ്ങനൊരു വര കൊടുത്തിട്ട് സെൻട്രൽ ഡാട്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പീസ് ഒരു 1/4 ഇഞ്ച് ഇവിടുന്ന് എടുത്ത് വിടണം. അത് ചുളിയാതിരിക്കാനും ഫ്രണ്ടിലേക്ക് വലിഞ്ഞ് നിൽക്കാനും ഒക്കെ വേണ്ടി ചെറിയ ഓവൽ ഷേപ്പിൽ ഒരു 1/4 ഇഞ്ച് അത് ഈ സെൻട്രൽ ഡാട്ട് വരെ നിർത്തണം. പിന്നെ 1/4 ഇഞ്ച് ഇവിടുന്ന് താത്തിട്ട് 3/4 ഇഞ്ച് ഫ്രണ്ട് പീസ് നമ്മൾ കുഴിച്ച് വെക്കുന്ന പോലെ എടുത്ത് കളയണം. ഇവിടം വരെ അത് വരാവുള്ളൂ, ഇങ്ങോട്ട് പോകില്ല. ഇവിടുന്ന് 1/4 ഇഞ്ച് തള്ളി വേണം അത് നിൽക്കാൻ.
ആ ഫ്രണ്ട് പീസ് കുഴിച്ച് വെട്ടുന്നത് ഞാൻ എങ്ങനെയാണ് കത്രി എടുക്കുന്നത് എന്നുള്ള പ്രത്യേകം നോക്കണം. കത്രി എടുത്ത് വെട്ടാൻ പാടില്ല. ഈ ഒറ്റ വെട്ടിച്ചയിൽ തന്നെ കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ പോകണം. ഒറ്റ വെട്ടിച്ചത് തന്നെ. അപ്പം നമ്മൾ കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫ്രണ്ട് നമ്മൾ ആ കുടഞ്ഞ് വെട്ടുന്ന ഭാഗമില്ലേ കൃത്യമായി തന്നെ ഇരിക്കും. കത്രിയെ നമ്മൾ എടുത്ത് വെട്ടാൻ പോയാൽ അതിൻ്റെ ഷേപ്പിന് വ്യത്യാസം വരും. അപ്പം നമ്മുടെ ഈ സെൻട്രൽ ഡാട്ടിൽ നിന്നും 1.25 ഇഞ്ച് വ്യത്യാസം വരുന്ന പോലെ തന്നെ നമ്മൾ കൈക്കുഴി ഡാട്ടും കൊടുക്കുന്നു. ഇതിനൊരു മാർക്ക് നിങ്ങൾക്ക് ആദ്യം കൊടുക്കുന്നെങ്കിൽ കൊടുക്കാം. ഇങ്ങനെ ഇത്രയും മാർക്കായി. അപ്പം നമ്മൾ ക്രോസ് ഫ്രണ്ട് വെട്ടിയിട്ടുണ്ട്. 38-ൻ്റെ ക്രോസ് ഫ്രണ്ട് പീസാണ്. അത് കൈക്കുഴി ഡാട്ടും കൂടെ നമ്മൾ മാർക്ക്. ഇനി നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ള വലിയൊരു പ്രശ്നമാണ് നമ്മൾ ഈ ബാക്ക് പീസും ഫ്രണ്ടും വെച്ച് കൃത്യം അവർ എന്നോട് 3-4 പേര് പറഞ്ഞു അവർ ബ്ലൗസ് വെട്ടിക്കഴിയുമ്പോൾ അവർക്ക് ഈ സൈഡ് പ്രശ്നം വരുന്നു എന്ന് പറഞ്ഞായിരുന്നു. സൈഡ് അപ്പോൾ നമ്മൾ സൈഡ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബെൽറ്റ് പീസ് ഇങ്ങനെ ഒപ്പം വെക്കുക. ഒപ്പം വെച്ചു, ഇങ്ങനെ ഒപ്പം വെച്ചിട്ട് ഫ്രണ്ട് പീസ് ഇങ്ങനെ ഇട്ടിട്ട് ഈ ഡാട്ട് പിടിക്കുന്നത് നമ്മളിങ്ങനെ വെക്കും. ഡാട്ട് പിടിക്കുന്ന പോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തന്നെ നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പോൾ തയ്യൽ തുമ്പും നമുക്ക് ഓൾറെഡി ആയി. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒപ്പത്തിന് വെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സൈഡിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കാണിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പ്രകാരമുള്ള കണക്കിൽ വെട്ടിയാൽ ഒരു കാരണവശാലും ഈ ഒരു സൈഡ് നമുക്ക് ഫ്രണ്ടിന് വ്യത്യാസം വരികയില്ല. നമുക്ക് ഡാട്ട് പിടിച്ച് കഴിയുമ്പോഴും ബെൽറ്റ് ചേർത്ത് കഴിയുമ്പോഴും ഈ സൈഡ് ബാക്ക് പീസിൽ നമ്മൾ എത്ര കൊടുത്തിട്ടുണ്ടോ അത്രത്തോളം തന്നെ ക്ലിയറായിട്ട് നിൽക്കും. അപ്പോൾ അത് നമ്മൾ ഈ ഫ്രണ്ട് 1.5 ഇഞ്ച് തള്ളി വെട്ടുന്നതിൻ്റെ തന്നെ ഉദ്ദേശം അതിനാണ്. അതായത് ഇത് രണ്ടിൻ്റെയും തുമ്പ് പോകും, 3/4 ഇഞ്ച് ഫ്രണ്ട് പീസ് എടുത്ത് കളയും, എങ്കിലേ നമുക്ക് ഷേപ്പ് കിട്ടുകയുള്ളൂ. അങ്ങനെ ചെയ്താൽ ഒരു കാരണവശാലും ഒരു വ്യത്യാസവും വരത്തില്ല. പിന്നെ എന്നോട് ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഈ ഫ്രണ്ട് പീസ് അളവ് തികയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രണ്ട് പീസ് ഒരു വ്യത്യാസം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ക്രോസ് പീസാണ്. നമ്മൾ നല്ലപോലെ വലിയുന്ന തുണിയാണ്. ബോഡി വണ്ണത്തിൽ 3 ഇഞ്ച് കൂടുതലിട്ടാൽ മതി. നിങ്ങൾ എത്രത്തോളം ആണോ ബോഡി വണ്ണം തയ്ക്കുന്നത് ഫ്രണ്ട് പീസ് വെട്ടുമ്പം തന്നെ നമുക്ക് ഇത് അളന്ന് നോക്കാൻ പറ്റും. അളന്ന് നോക്കുമ്പോൾ തയ്യൽ തുമ്പ് 4 ഇഞ്ച് കഴിഞ്ഞിട്ട് വേണം ഒരു 4 ഇഞ്ച് ഒരു പോയിൻ്റ് ഇവിടെ തള്ളിയിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന 3 ഇഞ്ചാണോ 4 ഇഞ്ചാണോ കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ആ 4-ൽ 1 അളവ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് പ്രത്യേകം നോക്കുക. ഇപ്പോൾ 42 ഇഞ്ചാണ്, നമുക്ക് ഫ്രണ്ട് 10.5 വേണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് 10.5 ഇഞ്ച് ഇവിടെ നടന്നാൽ ഇവിടെ കിട്ടും. ഡാട്ട് പിടിച്ച് കഴിഞ്ഞിട്ട് അളവ് ഒരു കാരണവശാലും ഫ്രണ്ട് ടൈറ്റ് വരത്തില്ല. ഫ്രണ്ട് ക്രോസ് ആയതുകൊണ്ട് 4 ഇഞ്ച് ഫ്രണ്ട് കുറച്ചിട്ടാലും വണ്ണത്തിൻ്റെ 4-1 4 ഇഞ്ച് ഫ്രണ്ട് കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല. നന്നായിട്ട് ഇത് വലിയും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും വലിയുന്നു. അപ്പോൾ ഇട്ട് കഴിയുമ്പോൾ അത്രത്തോളം നമുക്ക് ഈ ബ്ലൗസിന് ഫിനിഷിങ് കിട്ടും. ഇനി നമുക്ക് കൈ വെട്ടുന്നതിലേക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പീസ് കാണാൻ കഴിയും, നമ്മൾ ബെൽറ്റ് ഒക്കെ മാർക്ക് ചെയ്ത പീസാണ്. അപ്പോൾ ഇത്രത്തോളം നമ്മൾ 1.15 1.20 എടുക്കുമ്പോൾ തുണി നമുക്ക് കിട്ടും. അപ്പോൾ കൈയുടെ ലൂസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഈ തുണി രണ്ടായിട്ട് ഇങ്ങനെ മടക്കണം. ഇങ്ങനെ മടക്കിയതിന് ശേഷമാണ് നമ്മുടെ കൈക്ക് മാർക്കിട്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇങ്ങനെ മടക്കി ഇടുമ്പോൾ കൃത്യമായി തന്നെ നമുക്ക് കൈക്ക് തുണി കിട്ടും. 4ആയിട്ട് മടക്കി ഇടാം, നമുക്ക് കൈക്കുള്ള തുണി കിട്ടുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾ മടക്കണം. ഇതൊപ്പത്തിന് ഇട്ടാലും കൈനീളം കിട്ടും. നമുക്ക് എത്ര ഇഞ്ച് കൈനീളം വരെ കിട്ടും എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് തുമ്പ് തള്ളി മാർക്ക് ചെയ്തു. കണ്ടോ, മിനിമം 9.25 വരെ നമുക്ക് കൈനീളം ഈ അളവിൽ എടുക്കാൻ പറ്റും. ഇതിന് മേളിലോട്ട് വേണമെങ്കിൽ നമ്മൾ 5 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ തുണി കൂടുതൽ പറഞ്ഞാൽ മതി. പക്ഷേ നമുക്കിത് 8 ഇഞ്ചേ കൈനീളമുള്ളൂ. ഓക്കെ, മാർക്ക് ചെയ്തു. കൈനീളം 8 ഇഞ്ച് മാർക്ക് ചെയ്തു. 1.25 ഇഞ്ച് നമുക്കിവിടെ തുമ്പ് കിട്ടും ഹെമ്മിങ്ങിന്. 12 ഇഞ്ചാണ് കൈ ലൂസ്. 6 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടുന്ന് 1.25 ഇഞ്ച് തുമ്പും കൊടുത്തിട്ട് 4 ഇഞ്ച് ഇവിടുന്ന് മാർക്ക് ചെയ്യും. 4 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇങ്ങനെ ഒരു മാർക്ക് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൈക്കുഴി നമുക്ക് 8.5 ഇഞ്ച് തീർന്ന് കിട്ടേണ്ടതാണ്. 8.5 ഇഞ്ച് ഇവിടെ കിട്ടുമെന്നുള്ള കാര്യം പ്രത്യേകം നോക്കും. ഇത് കറക്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇത്രയും മാർക്കിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ക് പീസ് എടുത്തിട്ട്
ഷോൾഡറിൽ ഒരു മാർക്ക് കൊടുത്ത് കൈക്കുഴി നമ്മുടെ കറക്റ്റാണോ നോക്കണം. അതിനെന്താ ചെയ്യണേ, ബാക്ക് പീസ് ഇങ്ങനെ എടുക്കുന്നു, 1/2 ഇഞ്ച് ഇവിടെ ഷോൾഡർ മാർക്ക് കൊടുക്കുന്നു. ഷോൾഡർ മാർക്ക് കൊടുത്തിട്ട് നമ്മൾ കൈ ബാക്ക് പീസ് എടുത്തിട്ട് കൈ ഇതാ ഇങ്ങനെ വെച്ച് നോക്കണം. ഇങ്ങനെ വെച്ച് നോക്കണം എത്രത്തോളം നമ്മുടെ കൈക്കുഴി കറക്റ്റായിട്ട് വരുന്നു. നമ്മുടെ മാർക്കിങ് എല്ലാം കറക്റ്റാണെങ്കിൽ ഒരു കാരണവശാലും വ്യത്യാസം വരുത്തേയില്ല. കറക്റ്റായിട്ട് തന്നെ കൈക്കുഴി ഇടും. അപ്പം നിങ്ങൾ വെട്ടിപ്പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ വെട്ടുന്ന ഭാഗങ്ങൾ ശ്രദ്ധിച്ച് തന്നെ പോകണം. ഓരോ ഭാഗവും ശ്രദ്ധിച്ച് തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് അത് കറക്റ്റായിട്ട് തന്നെ പോകും. നമ്മൾ വെട്ടി വേറൊരു ടൈലറിനെ ഏൽപ്പിച്ച് തയ്പ്പിക്കുകയാണെങ്കിലും അവർക്കും കൈക്കുഴിയുടെ ഭാഗത്തിൽ ഒരു സംശയവും വരത്തില്ല. കാരണം മാർക്ക് കറക്റ്റായിരിക്കണം. നമുക്ക് കൈ വെട്ടാൻ കൈ 1.25 ഇഞ്ച് ഇവിടെയും കൂടുതൽ കൊടുക്കണം. കൂടുതൽ കൊടുത്തിട്ട് ഇതേ അളവിൽ തന്നെ കൈ വെട്ടിയെടുക്കും. നമ്മൾ കൈ വെട്ടിയിരിക്കുകയാണ്. ഇനി കൈയുടെ നമുക്ക് ഫ്രണ്ട് കുഴിച്ച് വെട്ടണം. ഫ്രണ്ട് കുഴിച്ച് വെട്ടിയെന്ന് പ്രത്യേകം ഞാനൊരു അളവ് പറയാം. 1.25 ഇഞ്ച് ഇതാ ഇവിടെ മാർക്ക് ചെയ്യാം. 2 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യും. ഈ രണ്ടിൻ്റെയും നടുക്ക് നമ്മൾ എത്രയെന്ന് നോക്കണം, 5.5, 2.25 ഒരു മാർക്ക് കൊടുക്കുക. അതായത് ഇത് രണ്ടിൻ്റെയും നടുക്ക് ഇവിടെ 1.25 തള്ളിയിട്ടും ഇവിടുന്ന് 2 ഇഞ്ചിൽ നടുക്ക് മാർക്ക് ചെയ്തിട്ട് ഈ 1.25 നിന്ന് 3/4 ഇഞ്ച് ഇങ്ങനെ. അപ്പോൾ ഫ്രണ്ട് നമുക്ക് നല്ലതുപോലെ കുഴിച്ച് വെട്ടാം. ഇതുണ്ട് ഇങ്ങനെ 1.25 ഇഞ്ചായാലും 1 ഇഞ്ചായാലും കുഴപ്പമില്ല. അപ്പോൾ എന്ത് പറ്റും, നമ്മുടെ ഫ്രണ്ട് പീസുമായിട്ട് ഈ കുഴിച്ച് വെട്ടുന്ന കണക്ക് പ്രത്യേകം ഒരു ജോയിൻ്റ് ആയിട്ട് വരും. അതാണ് ആ കണക്ക് പറഞ്ഞത്. ഇത് നമ്മുടെ ക്രോസ് പീസ് നമ്മൾ ഫ്രണ്ട് വെട്ടിയല്ലോ, ഈ ഫ്രണ്ടിൻ്റെ ഈ കുഴിച്ച് വെട്ടുന്ന അനുപാതവും ഈ കൈയുടെ കുഴിച്ച് വെട്ടുന്ന അനുപാതവും നമുക്ക് ഒരുപോലെ കിട്ടും. അപ്പോൾ എന്താകും, ഇതായതുകൊണ്ട് ഷോൾഡറിൻ്റെ ഇവിടെ നമ്മൾ അരഞ്ഞ് തള്ളിയിട്ട് ഇങ്ങനെ കൈ പിടിപ്പിക്കുമ്പോൾ ഇത് ഷേപ്പ് കറക്റ്റായിട്ട് വരും. അപ്പോൾ ക്രോസ് ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് വലിഞ്ഞ് കിട്ടും. അപ്പം ബാക്ക് പീസായി, നമ്മൾ ക്രോസ് ഫ്രണ്ട് പീസായി, ബെൽറ്റ് പീസ്, കൈ, ഇത്രയും ഭാഗം നമ്മൾ 38 ഇഞ്ച് വണ്ണത്തിൻ്റെ ക്രോസ് കട്ടിങ് സാരി ബ്ലൗസിൻ്റെ കട്ടിങ് പൂർത്തീകരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ബുക്കിൽ എഴുതി വെച്ച് ഇതേ രീതിയിലും പിന്നെ നിങ്ങളുടെ സ്വയമേയുള്ള ചെറിയ ചെറിയ രീതികളിൽ മാറ്റം വരുത്തി തയ്ക്കുക. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. താങ്ക് യു.